പ്രിയമുള്ളവർ, ഇപ്പോൾ രാത്രി 10:23. ഞാനിവിടെ എത്തിയപ്പോഴത്തേക്ക് വളരെ താമസിച്ചു പോയി. ഇത് ചങ്ങനാശ്ശേരി ുള്ള 37 വർഷം കർത്താവിൻ്റെ വേല ചെയ്ത ഒരു ദൈവദാസൻ താമസിക്കുന്നതായ വീടാണ്. നമ്മൾ ആ വീടൊന്ന് കാണാം. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് പാസ്റ്റർ സജി പള്ളിക്കുന്ന്. ഞാൻ ഇപ്പോൾ വന്നിരിക്കുന്ന ദൈവദാസൻ്റെ ഭവനത്തിലാണ്. ഈ ദൈവദാസൻ്റെ വീടും സാഹചര്യങ്ങളും ദയവായിട്ട് 37 വർഷം കർത്താവിൻ്റെ വേല ചെയ്ത ഒരു ദൈവദാസൻ. ഈ ദൈവദാസൻ്റെ സ്ഥിതി നിങ്ങളൊന്ന് മനസ്സിലാക്കണമേ. ദയവായിട്ട് തുടർന്നുള്ള വീഡിയോ നിങ്ങളൊന്ന് കാണണേ. ദൈവം അനുഗ്രഹിക്കട്ടെ. രാത്രി ആയതുകൊണ്ട് നമുക്കിതിൻ്റെ മേളിൽ വെളിച്ചതിന് മേളിൽ ടാർപ്പയൊക്കെ മൂടിയിട്ടിരിക്കുകയാണ്. ഇവിടെ മുഴുവനും വെള്ളം, മഴ പെയ്തു കഴിഞ്ഞാൽ ഇത് മുഴുവനും വെള്ളത്തിലാകും. ഈ പ്രദേശം മുഴുവൻ ഇതെല്ലാം വെള്ളമാണ് കിടക്കുന്നത്. നമുക്ക് ഇപ്പം ഞാൻ നിൽക്കുന്ന ഭാഗമൊക്കെ ഇതൊക്കെ ചെളിയാണ്, ചെളിയും വെള്ളമൊക്കെയാണ് കിടക്കുന്നത്. ഇനി ആ ദൈവദാസൻ്റെ വീട് നമുക്ക് കാണാം. ദൈവദാസനെ ഒന്ന് കാണാം. വളരെ സൂക്ഷിച്ചാണ് ഞാൻ ഇതിലേക്ക്, കാരണം ഇതൊക്കെ വെള്ളമാണ്, ഈ വാതിക്ക വരെ വെള്ളമാണ്. ഇപ്പം മഴയുടെ ഒരു സമയമല്ല, എങ്കിലും ഈ ദൈവദാസൻ താമസിക്കുന്ന വീട് ഇതാണ്. പക്ഷെ ഇവിടെ ഒരു ചെറിയൊരു കൂട്ടായ്മ നടക്കുന്നുണ്ട്, ആരാധന നടക്കുന്നുണ്ട്. കാരണം ഡ്രമ്മൊക്കെ ഉണ്ട്, പക്ഷെ അതിനുള്ള സൗകര്യങ്ങളൊന്നുമില്ല. ഇത് ദൈവദാസൻ എൻ്റെ വീട്ടിലെ നിലമൊക്കെ നമ്മൾ നോക്കി വെറും മണ്ണാണ്, വെറും മണ്ണ് കൊണ്ടുള്ള ഇതാണ്. നമുക്ക് ആ ദൈവദാസനെ കാണാം. പക്ഷെ അതിന് മുമ്പ് ഞാൻ ഈ വീടിൻ്റെ ഈ സൈഡും, ഇതാണ് ഈ വീടിൻ്റെ അടുക്കള എന്ന് പറയുന്നത്. 36 വർഷം കർത്താവിൻ്റെ വേല ചെയ്ത, 36-37 വർഷം ദൈവദാസൻ ദൈവവേല ചെയ്ത ഇതാണ്. ഇതെല്ലാം തകരമാണ്. ഈ തകരം ഈ തകരത്തിലാണ് അത് കഴിയുന്നത്. ഇനി നമുക്ക് ആ ദൈവദാസനെ കാണാം. എനിക്ക് വലിയൊരു ധർമ്മസങ്കടമുണ്ട്. കാരണം ഈ ദൈവദാസൻ എത്രയോ നാളുകൾക്ക് മുമ്പ് അദ്ദേഹം എന്നെ വിളിച്ചതാണ്. ഇദ്ദേഹത്തിന് ഈ വീടെല്ലാം കണ്ടോ, മണ്ണാണ്, മൊത്തം മണ്ണാണ്. ഈ നിലമൊക്കെ മണ്ണാണ്. കണ്ടോ, ഈ സാഹചര്യങ്ങളൊക്കെ കണ്ടില്ലേ. അപ്പോൾ എനിക്കിതിനകത്തൊരു ദുഃഖം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ദൈവദാസൻ എന്നെ ഒരുപാട് മാസങ്ങൾക്ക് മുമ്പ് വിളിച്ചതാണ്. പക്ഷെ അന്ന് അദ്ദേഹം ഒരു രോഗിയായിരുന്നില്ല. പക്ഷേ എനിക്ക് അന്നൊന്നും വരാൻ പറ്റിയില്ല. പ്രിയമുള്ളവരെ, ഞാനിപ്പോൾ വന്നപ്പോൾ അദ്ദേഹം ആശുപത്രിയിലായി. അതിനു മുമ്പ് പിന്നീട് അദ്ദേഹത്തിൻ്റെ വിവരങ്ങൾ അദ്ദേഹത്തെ എടുത്തോണ്ട് വരുന്ന രംഗങ്ങളൊക്കെ കണ്ടപ്പോൾ എൻ്റെ മനസ്സ് വല്ലാതെ വിഷമിച്ചു. പക്ഷെ ഇത്രയും തകർച്ചയിലായിരുന്നു എന്നുള്ള വിവരം സത്യം പറഞ്ഞാൽ എനിക്കറിയില്ലായിരുന്നു. ഇത്രയും തകർച്ചയിലായിരുന്നുള്ള വിവരം എനിക്കറിയില്ലായിരുന്നു. ഓക്കെ, നമുക്കിനി ആ ദേവദാസനുമായിട്ട് സംസാരിക്കാം. ഇത് പിന്നെ കർത്താവിൻ്റെ ദാസിയാണ്. നമുക്ക് ദേവദാസനുമായിട്ട് സംസാരിക്കാം. മൂത്രം പോകാനുള്ളതാണ്. ഇപ്പം ഇങ്ങനെയാണ് സ്ഥിതി എന്ന് പറയുന്നത്. ഇനി നമുക്ക് പ്രിയ ദൈവദാസനുമായിട്ട് സംസാരിക്കാം. എന്താ പാസ്റ്ററുടെ പേര്? എൻ്റെ ഒറിജിനൽ പേര് കൊച്ചുകുഞ്ഞൻ. ഓക്കെ. ഇത് പിന്നെ ഏതാ സ്ഥലം എവിടെ? കോട്ടയം ചങ്ങനാശ്ശേരി. കോട്ടയം ചങ്ങനാശ്ശേരി. ചങ്ങനാശ്ശേരിയിലെ ഇത് ഏത് പഞ്ചായത്താ? പായിപ്പാട് പഞ്ചായത്തിൽ എത്രാമത്തെ വാർഡാ? 15. ഓക്കെ. കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങിയിട്ട് എത്ര നാളായി? 36 വർഷമായി. 36 വർഷമായി. 36-37 വർഷമായി ദൈവവേലയ്ക്ക് ഇറങ്ങിയിട്ട്. ഓക്കെ. പാസ്റ്റർ അനുഭവങ്ങളൊന്ന് പറയാമോ? പാസ്റ്റർക്ക് അത്യാവശ്യമായിട്ടൊരു വീട് വേണം. പ്രിയമുള്ളവർ, ഒരു വെള്ളം കയറാത്തൊരു വീട് ആവശ്യമാണ്. ഇനി ചികിത്സയ്ക്ക് ഇനി എത്ര വയസ്സുണ്ട് ഇപ്പോൾ? എനിക്ക് 35 വയസ്സ്. അല്ല, വയസ്സോ 60
65. 65 വയസ്സ്. അവിടെ കിടന്നോ? കിടന്നുകൊണ്ട് സംസാരിച്ചാൽ മതി. ഓക്കെ. ഇനി പാസ്റ്റർ അനുഭവങ്ങളൊന്ന് പറയാമോ? കുറച്ചൊക്കെ പറയാം. ഓക്കെ. കർത്താവിൻ്റെ വേലയ്ക്ക് അറിയാൻ പിന്നെ ദുരിതങ്ങൾ കൂടെ ഉണ്ടായിരുന്നു. എങ്കിലും 2 മക്കളുണ്ടായിരുന്നു. അവർ വിവാഹം കഴിച്ച് കൂലിപ്പണിയൊക്കെയാണ്. ഞാൻ കർത്താവിൻ്റെ വേല ചെയ്തിട്ടുണ്ട്. അത് ദൈവസന്നിധിയിലുണ്ട് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഓക്കെ. അപ്പം ആദ്യം പിന്നെ ഏത് സഭയിലായിരുന്നു? ചർച്ചക്കോട് റീജിയനിലായിരുന്നു. അറിയാം. ഓക്കെ. അത് എത്ര വർഷം ഉണ്ടായിരുന്നു? അത് പിന്നെ അത് ആദ്യത്തെ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ മലബാറിലൊക്കെ പോയത് ഏത് വർഷം? മലബാർ അദ്ദേഹം മരിച്ചു പറഞ്ഞത് 97. മലബാർ 97 പോയത്? 97. ഈ ദേവദാസൻ 92 മുതൽ 1992 മുതൽ മലബാറിലായിരുന്നു. ഏത് സഭയിലായിരുന്നു അന്ന്? ഫിലദൽഫിയ സഭയിലായിരുന്നു. അതിനകത്ത് ദേവദാസൻ ഒരുപാട് സ്ഥലങ്ങളിൽ കർത്താവിൻ്റെ വേല ചെയ്തു. കോഴിക്കോട് ജില്ലയിലെ മുതുകാട്, പെരുവണ്ണാമൊഴി, പേരാമ്പ്ര, അപ്പോൾ ആ ഭാഗങ്ങൾ അതുപോലെ ഒരുപാട് കർത്താവിൻ്റെ വേല ചെയ്ത ഒരു ദേവദാസനാണ് ഇപ്പോൾ ഈ സ്ഥിതിയിൽ കിടക്കുന്നത്. പ്രിയമുള്ളവരെ, ഒരു ദേവദാസൻ കർത്താവിൻ്റെ വേല ചെയ്തിട്ട്, ഇനിയിപ്പം ആൻറ്റി ഇപ്പം സംസാരിക്കും എങ്ങനെയും ഞാൻ പറയട്ടെ. ഒരു ദേവദാസൻ അദ്ദേഹത്തിൻ്റെ ജീവിതകാലം മുഴുവനും 36-37 വർഷം കർത്താവിൻ്റെ വേല ചെയ്തിട്ട് അദ്ദേഹം ഇതുപോലെയുള്ള ഒരു വീട്ടിനകത്ത് താമസിക്കുമ്പോൾ, പ്രിയമുള്ളവർ, ഈ തണുപ്പ്, മുറ്റത്താണെങ്കിൽ വെള്ളം, ഈ തണുപ്പത്ത്, ഈ ചൂടാണെങ്കിൽ കൊടും ചൂട്, ഇതൊക്കെ തകരമാണ്. ആൻറ്റി ഒന്ന് തട്ടിയത്, ഇതൊക്കെ തകരം കൊണ്ട് പണിതിരിക്കുന്ന ഈ ഒരു വീട്ടിനകത്ത്, ഇതാണ്ട് അലമാരി തന്നെ കണ്ടില്ലേ, ഈ ഒരു വീട്ടിനകത്ത് താമസിക്കുന്ന സ്ഥിതി നമുക്ക് ചിന്തിക്കാനായി കഴിയുമോ? ദൈവത്തിൻ്റെ വേല അദ്ദേഹം ചെയ്തു. പക്ഷേ സത്യസന്ധമായി കർത്താവിൻ്റെ വേല അദ്ദേഹം ചെയ്തു. പക്ഷെ ഒന്നും അദ്ദേഹത്തിന് സമ്പാദിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഒരു കാര്യം ഇവിടെ ഉണ്ട്. ഈ ചെറിയ വീട്ടിനകത്ത് ഒരാരാധന നടക്കുന്നുണ്ട്. ഒരു പാസ്റ്റർ വന്നിട്ട് ഇവിടെ അടുത്തുള്ള ആളുകൾ കുറച്ച് പേര് വന്നിട്ട് ആ ചെറിയ വീട്ടിൽ ചാക്ക് വിരിച്ച ആ മണ്ണിൻ്റെ മുകളിൽ, അല്ലെങ്കിൽ മണ്ണിന് മുകളിൽ ചാക്ക് വിരിച്ച വീട്ടിലിരുന്ന് ദൈവത്തെ ആരാധിക്കുന്നുണ്ട്. അപ്പോൾ അത്ര ഒരു സമർപ്പണമുള്ള ഒരു ദൈവദാസൻ്റെ കാര്യമാണ്. ഇനിയിപ്പം ആൻറ്റി തുടർന്നുള്ള കാര്യത്തെക്കുറിച്ച് സംസാരിക്കും. 92 കർത്താവിൻ്റെ വേല മലബാറിലൊക്കെ ചെയ്തെന്ന് പറഞ്ഞാൽ, എനിക്കറിയാം പട്ടിണിയുടെ നാളുകളിൽ കർത്താവിൻ്റെ വേല ചെയ്തതാണ്. പട്ടിണി എനിക്ക് നന്നായിട്ടറിയാം. ഞാൻ മലബാറിലുണ്ടായിരുന്നതാണ്. 20 വർഷം ഞാൻ മലബാറിലുണ്ടായിരുന്നു. അപ്പോൾ അവിടെയുള്ള ദൈവദാസന്മാരുടെ ഇപ്പോഴത്തെ സ്ഥിതി പോലും എത്ര ദയനീയമാണെന്ന് എനിക്കറിയാം. പക്ഷേ അദ്ദേഹം എനിക്ക് ഒത്തിരി സങ്കടം, ഒരുപാട് സങ്കടം തോന്നുന്നു. ഒരുപാട് സങ്കടം എന്ന് പറഞ്ഞാൽ, ഞാൻ കുറേ സമയങ്ങളിലേക്ക് ആ മുറ്റത്തെ കാഴ്ചകളും വീടുമൊക്കെ കണ്ടിട്ട് കുറച്ച് സമയം ഞാൻ മൗനമായി പോയി. ഇതിൻ്റെ മോൾഭാഗമൊന്നും ഉയരമില്ല പ്രിയമുള്ളവരെ, ഉയരമില്ലാത്ത ഒരു സ്ഥലത്ത് കൊടും ചൂടിനകത്ത് ദിവദാസൻ ഇങ്ങനെ കിടക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന സങ്കടം അത് പറയാൻ പറ്റുകയില്ല. അത് പറയാൻ പറ്റത്തില്ല. നമുക്കത് പറയാൻ പറ്റില്ല പ്രിയമുള്ളവരെ. ആൻറ്റി സംസാരിക്കും തുടർന്ന്. എന്താ ആൻറ്റിയുടെ പേര്? എൻ്റെ പേര് അന്നമ്മ. ഓക്കെ, ആൻറ്റി സംസാരിച്ചോളൂ. ഞങ്ങൾക്കൊരു ചെറിയ വീടാണ് ഇല്ലാത്തത്. അത് ഈ ദേവദാസനെ കൊണ്ട് ചെയ്യാൻ ഇതുവരെ സാധിച്ചില്ല. മക്കൾ 3 പേരുണ്ട്. 3 പേരും കൂലിക്ക് പണിക്കാരാ. അവരെ കൊണ്ട് ചെയ്യാൻ സാധിക്കില്ല. പക്ഷെ ദൈവത്തിന് സാധിക്കും കേട്ടോ. അനേക ദൈവമക്കൾ ഞാൻ ഈ വീഡിയോ ഇടുന്ന അതേ സമയം മുതൽ പ്രാർത്ഥിക്കാൻ തുടങ്ങും. ദൈവദാസന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങും.
ഞാൻ വിശ്വസിക്കുന്നു ദൈവം നിങ്ങൾക്കൊരു വീട് തരും. ഈ ദൈവദാസനൊരു വീട് തരും. നമ്മൾ സർച്ചക്കോട് റീജിയനിലുള്ള ഒരിക്കൽ പാസ്റ്റർക്ക് അറിയാവുന്ന ഒരു ദൈവദാസനും ഒരുപക്ഷെ അറിയാമായിരിക്കും, ആ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നതാണ്. ആ ദൈവദാസന് നമ്മളൊരു വീട് പണിയാൻ ദൈവം സഹായിച്ചു. ദൈവത്തിന് സ്തോത്രം. ഓക്കെ ആൻറ്റി, വേറെ എന്തെങ്കിലും പറയാനുണ്ടോ? വേറെ ഒന്നും പറയാനില്ല. ഓക്കെ ഓക്കെ, ദൈവം അനുഗ്രഹിക്കട്ടെ. അധികം സംസാരിക്കാനുള്ള സാഹചര്യങ്ങളൊന്നും ഇവരെ സംബന്ധിച്ചിടത്തോളം ഇല്ല. പാസ്റ്ററുടെ ബാങ്ക് അക്കൗണ്ട് ഏത് ബാങ്കിലാ? നോർത്ത് ഇന്ത്യ. ബാങ്കിന്റെ പേര് SBI ഇല്ല. SBI ഇല്ല. അതിനകത്ത് കിടക്കുന്ന പേരെങ്ങനെ? കൊച്ചുകുഞ്ഞ്. ഓക്കെ. ബ്രാഞ്ച് എവിടാന്നറിയാമോ? അറിയത്തില്ല. ചങ്ങനാശ്ശേരിയില്ല. ഓക്കെ. ഏത് ബാങ്കിലാ പാസ്റ്ററുടെ അക്കൗണ്ട്? SBIയിലാണ്. ഓക്കെ. ഏത് പേരാ കിടക്കുന്നേ? കൊച്ചുകുഞ്ഞ്. ബ്രാഞ്ച് ചങ്ങനാശ്ശേരി ബ്രാഞ്ച്. ഓക്കെ. പ്രിയമുള്ളവരെ, ഞാൻ ഒരിക്കൽ കൂടെ പറയുകയാണ്, എത്ര വയസ്സുണ്ട്? 65 വയസ്സ്. ആരോഗ്യത്തോടെ നടക്കേണ്ട ഒരു പ്രായമാണ്. നമുക്കറിയാം, നമ്മുടെ സാമൂഹിക രംഗങ്ങളിൽ പ്രവർത്തിക്കുന്ന പൊതുപ്രവർത്തകർ 80 വയസ്സും 85 വയസ്സും 90 വയസ്സും 95 വയസ്സിലുമൊക്കെ അവരെപ്പോഴും ആരോഗ്യത്തോടെ ഓടി നടക്കുമ്പോൾ കർത്താവിൻ്റെ വേല ചെയ്ത ഞാൻ അവശ്യ നിലയിലായിപ്പോയ കർത്തദാസന്മാർ, നല്ല ഭക്ഷണം പോലും അന്നത്തെ കാലഘട്ടത്തിൽ കഴിക്കാനില്ലാതെ, നല്ല താമസ സ്ഥലമില്ലാതെ, സ്വന്തം കുഞ്ഞുങ്ങൾക്ക് നല്ല ആഹാരം കൊടുക്കാൻ പോലും കഴിയാതെ, പ്രാർത്ഥന കൊണ്ടും ഉപവാസങ്ങൾ കൊണ്ടും പ്രവർത്തനങ്ങൾ കൊണ്ടും അന്നത്തെ മലബാറിൻ്റെ കാട്ടാനകളോടും മലമ്പനിയോടും ഒക്കെ മല്ലിട്ട്, കാട്ടുമൃഗങ്ങളോട് മല്ലിട്ട് കർത്താവിൻ്റെ വേല ചെയ്ത ഈ ദേവദാസൻ തീർച്ചയായിട്ടും, എന്നെ കേൾക്കുന്ന എൻ്റെ സഹോദരങ്ങളെ, തീർച്ചയായിട്ടും ഇത് കാണണം. ദൈവം അനുഗ്രഹിക്കട്ടെ. ഒക്കെ കഴിയുന്ന സഹായങ്ങൾ ഈ ദേവദാസന് നൽകണം. ഈ ദേവദാസന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. ഈ ദേവദാസനെ ഒരിക്കലും മറക്കരുത്. സ്വർഗത്തിൽ പ്രതിഫലം തീർച്ചയായിട്ടുമുണ്ട്. എന്നാൽ ഈ ഭൂമിയിൽ ഒരു നല്ല വീട് കണ്ട് സന്തോഷിപ്പാൻ കർത്താവ് അനുഗ്രഹിക്കട്ടെ. പ്രത്യേകം പ്രാർത്ഥിക്കണം. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ആമേൻ.